നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ മന്ത്ലി ചാർട്ട് അനാലിസ് ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ ചെറിയ ടൈം ഫ്രെയിമായ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ നിഫ്റ്റിയുടെ ക്യാൻഡിൽ സ്റ്റിക്സ് ചാർട്ട് അനാലിസിസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുക, വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ 2021 തൊട്ട് 2023 ജൂൺ വരെയുള്ള ചാർട്ടാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാർട്ടിൽ ഈ ഒരു ലാസ്റ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ, ഇത് ജൂൺ മാസത്തെ ക്യാൻഡിലാണ്. നമുക്ക് ജൂൺ മാസത്തിലും ഇതുവരെ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കാണാൻ സാധിച്ചു ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു അപ്സൈഡ് മൊമെൻറ്റം, ഒരു ബുള്ളിഷ് മാസങ്ങളായിരുന്നു ഈ ഒരു 3 മാസങ്ങളും കണ്ടിന്യൂസ് ആയിട്ട്. അപ്പം മാർക്കറ്റ് ഇപ്പോൾ ലാസ്റ്റ് ക്ലോസിങ് വന്നിരിക്കുന്നത് 18,823 എന്ന പ്രൈസ് പോയിന്റിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈയോട് ചേർന്നാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. 18,900 എന്ന ഈ ഒരു റീജിയനാണ് മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് 18,900 ചേർന്ന അനുസരിച്ച് അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരുപക്ഷെ അവിടെ നിന്ന് ആ ഒരു റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് വീണ്ടും റിജക്ഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ല, ഒരുപക്ഷെ അവിടെ നിന്ന് പ്രൈസ് സർവൈവ് ചെയ്ത് ഇതിന് മുകളിൽ നല്ല രീതിയിൽ ഒരു മന്ത്ലി ക്യാൻഡിലൊക്കെ ഒരു ക്ലോസിങ് തരികയാണെങ്കിൽ, 18,900 മുകളിൽ മന്ത്ലി ക്യാൻഡിലൊക്കെ ഒരു ക്ലോസിങ് തരികയാണെങ്കിൽ നല്ലൊരു ബോഡിയോടുകൂടി ഒരുപക്ഷെ ഈ ഒരു റീജിയൻ ബ്രേക്കൗട്ട് തന്ന് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. ബട്ട് ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ മന്ത്ലി വ്യൂവിൽ നമ്മൾ ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ വീക്ക്ലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ക്ലിയർ ആയിട്ട് ഒരു വി ഷേപ്പ് റിക്കവറിയാണ് മാർക്കറ്റിൽ ഇതുവരെ നടന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു പ്ലേലിസ്റ്റ് ലഭിക്കും. അവിടെ പോയി സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ്, ഇമ്പോർട്ടൻറ്റ് ട്യൂട്ടോറിയൽ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിൽ മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്താണ് ഇത് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീക്ക്ലി ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുകളിൽ ഒരു ക്ലോസിങ് വന്നിട്ടുണ്ട്. അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. അപ്പം ഇനി നമ്മൾ മുകളിലേക്ക് മാർക്കറ്റ് പോകുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഫസ്റ്റ് ആക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് 18,900 എന്ന റീജിയൻ. 18,900 മുകളിൽ നമുക്ക് വീക്ക്ലിയിലും ഒപ്പം മന്ത്ലിയിലും കൂടെ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഒരു ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ വീണ്ടും കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നിലവിലത്തെ കണ്ടീഷനിൽ നമ്മൾ വീക്ക്ലിയിലും ബുള്ളിഷാണ്, മന്ത്ലിയിലും ബുള്ളിഷാണ്. ബട്ട് ഒരുപക്ഷെ അവിടെ നിന്ന് റിജക്ഷനോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വീണ്ടും വന്ന് ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. അതല്ല, മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോരാനുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഈ ഒരു റീജിയൻ വരെ 18,500 താഴെ നമ്മൾ വീക്ക്ലി ക്യാൻഡിൽ ഒരു ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കുറച്ചെങ്കിലും മാർക്കറ്റിൽ ഒരു ബീറിഷ് സൈഡിലേക്ക് പോകുള്ളൂ. 18,500 താഴെ ഒരു വീക്ക്ലി ക്യാൻഡിൽ നല്ലൊരു ബോഡിയോടുകൂടി ഒരു ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ രീതിയിൽ ഒരു ബീറിഷ് മൂഡിലേക്ക് പോയി എന്ന് പറയാം. മാർക്കറ്റ് അതിനുശേഷം വീണ്ടും അടുത്ത ലെവലിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 18,100 റീജിയനിലേക്കൊക്കെ ഒന്ന് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ നമ്മൾ ക്ലിയർ ആയിട്ട് മന്ത്ലിയിലും വീക്ക്ലിയിലും ബുള്ളിഷ് തന്നെയാണ്. നമുക്ക് ഈ ഒരു 2 റേഞ്ചും ഇമ്പോർട്ടൻസ് ആണ്, ഈ ഒരു റേഞ്ചും. അപ്പോൾ മുകളിലേക്കാണോ ബ്രേക്ക് ഔട്ട് തരുന്നത്, അതല്ല വീണ്ടും ഒരു കറക്ഷൻ ഉണ്ടായി ഈ ഒരു റീജിയൻ ബ്രേക്ക് ഡൗൺ ആണോ തരുന്നതെന്ന് നോക്കുക. ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ നമ്മൾ ബുള്ളിഷാണ്. മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ചെറിയ രീതിയിൽ ഒരു ക്യാപിറ്റൽ മിനിമൈസ് ചെയ്ത് എൻട്രീസ് എടുക്കുക. അപ്പോൾ ഒന്ന് ബ്രേക്ക് ഔട്ട് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് എൻട്രീസ് എടുത്ത് പോകാം. അതല്ല, അവിടെ നിന്ന് ഒരു ബ്രേക്ക് ഡൗൺ, ഈ ഒരു റീജിയന് ബ്രേക്ക് ഡൗൺ ആണ് തരുന്നതെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം നെക്സ്റ്റ് റീജിയന് വേണ്ടി. അല്ലെങ്കിൽ അവിടെ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുക്കുന്നുണ്ടോ ആ റീജിയണിൽ നിന്ന് അറിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ ഒരു റെഗുലർ ഇൻകം, അതായത് മന്ത്ലിയിൽ ഏകദേശം 4%, ഇയർലിയിൽ ഏകദേശം ഒരു 40% അടുത്ത് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇയർലിയിൽ തീർച്ചയായിട്ടും
വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ലഭിക്കും. അവിടെ പോയി ജോയിൻ ചെയ്ത് ഓപ്ഷൻ സെല്ലിങ് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ ഒരു സിംഗിൾ പ്രോ സ്ട്രാറ്റജിയാണ് പഠിപ്പിക്കുന്നത്. ആ ഒരു സ്ട്രാറ്റജി നമുക്ക് ആർക്ക് വേണമെങ്കിലും മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബിഗിനേഴ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച നമ്മൾ എൻട്രി എടുത്ത് വ്യാഴാഴ്ച വൈകുന്നേരത്തോടു കൂടി നമ്മൾ എക്സിറ്റ് ആവും. വളരെ സിമ്പിളായിട്ട്, അതായത് അധികം ടൈമൊന്നും നമ്മൾ മാർക്കറ്റിൽ എൻട്രീസ് ഒന്നും എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ലൊരു റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഒരു പ്രീമിയം ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അവിടെ പോയി അവിടെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ പാരലായിട്ട് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൽ ലഭിക്കും.